ഇപ്പോൾ ഈ മൊബൈൽ ഫോണിലേക്ക് അലേർട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? കാരണം മൊബൈൽ ഫോണിൽ അലേർട്ട് വരിക എന്ന് വെച്ചാൽ രാത്രിയിൽ ഇപ്പം നമ്മൾ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഈ ഇന്നൊരു ഒച്ച കിട്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തോ മനസ്സിലാകും, നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഹണിവെൽ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ ആ അമേരിക്കൻ കമ്പനി ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇമ്പാക്റ്റ് സീരീസിൽ വരുന്നത്. അപ്പോൾ ഹണിവെല്ലിൻ്റെ ഇമ്പാക്റ്റ് സീരീസിൽ വരുന്ന ഒരു 20 ചാനലിൻ്റെ NVR ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോണത്. ഇതാണ് NVR. അപ്പോൾ ഇതിൽ നമുക്ക് 2 ഹാർഡ് ഡിസ്ക് സപ്പോർട്ട് ചെയ്യുന്ന NVR ആണ്. അത് മാത്രമല്ല 4K റെസൊല്യൂഷനുള്ള നല്ല ഹൈ ക്വാളിറ്റി ക്യാമറകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും, അതും 20 എണ്ണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ലാപ്ടോപ്പിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു ചാർജറാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. നമ്മുടെ HP-യുടെയും ഡെല്ലിൻ്റെയൊക്കെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു ചാർജറാണ്. 40 വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പവർ കോഡ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു മൗസാണ്, ഒരു വയേർഡ് മൗസ്. അതെല്ലാ DVRലും NVRലും എല്ലാം കാണുന്ന പോലെ തന്നെയുള്ളൊരു വയേർഡ് മൗസാണ്. പിന്നെ തന്നിരിക്കുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൂ സെറ്റാണ്. ഇത്രയും മാത്രമാണ് ഈ ഒരു ബോക്സിലുള്ളത്. നമുക്കിനി NVR എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ NVR വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു NVRൽ നമുക്ക് ഈ ഫ്രണ്ടിലായിട്ട് കാണുന്നത് വെച്ചാൽ NVRൻ്റെ ബാഡ്ജിങ് ആണ്. ഇമ്പാക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ഹണിവെൽ ഇമ്പാക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പവർ, ഹാർഡ് ഡിസ്ക്, നെറ്റ്വർക്ക്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പവർ സ്വിച്ച് ഉണ്ട്. പവർ ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പവർ കോഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അഡാപ്റ്ററാണ് വരുന്നത്. 12 വോൾട്ട് DC ഔട്ട്പുട്ടാണ് ആ അഡാപ്റ്ററിൽ നിന്ന് വരുന്നത്. അതിവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. RST എന്ന് പറഞ്ഞേക്കണ ഈ ഒരു പോർട്ട് നമ്മുടെ ഈ ഒരു NVRനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്കപ്പോൾ പാസ്വേഡൊക്കെ മറന്നു കഴിഞ്ഞാലും ഫാക്ടറി റീസെറ്റൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് RST പോർട്ട് യൂസ് ചെയ്യാം. പിന്നെ 2 USB പോർട്ടുകൾ വരുന്നുണ്ട്. അത് നമുക്ക് മൗസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ പെൻഡ്രൈവ് കുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ബാക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒരു നെറ്റ്വർക്ക് പോർട്ട് വരുന്നുണ്ട്. ഈ പോർട്ട് 1000 Mbps, അതായത് 1 Gbps സ്പീഡ് കിട്ടുന്ന ടൈപ്പ് ഹൈ സ്പീഡ് ഇഥർനെറ്റ് പോർട്ടാണ്. പിന്നെ നമുക്ക് HDMI പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ VGA പോർട്ട് ഉണ്ട്, ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്, മൈക്ക് ഇൻപുട്ട് ഉണ്ട്. ഹണിവെല്ലിൻ്റെ എല്ലാ ക്യാമറയിലും ഇൻബിൽഡ് മൈക്ക് ഉള്ളതാണ് കേട്ടോ. അല്ലാതെ മൈക്കുള്ള ക്യാമറ, മൈക്കില്ലാത്ത ക്യാമറ അങ്ങനെയൊന്നും ഹണിവെൽ ഇമ്പാക്റ്റിൽ വരുന്നില്ല. എല്ലാ ക്യാമറയ്ക്കും മൈക്ക് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇവരുടെ മൈക്ക് ഇന്നെന്ന് പറഞ്ഞിട്ടൊരു പോർട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട്, നമ്മുടെ സ്പീക്കർ ഔട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് ഇവിടെ ഇത് വരുന്നത്, RCA പോർട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു പച്ച ഒരു സാധനം കാണാൻ പറ്റും. അതായത് ഇത് വിളിക്കുന്ന പേര് അലാം ഇൻപുട്ട് ആൻഡ് അലാം ഔട്ട്പുട്ടാണ്. ഇവിടെ അലാം എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് 4 അലാം ഇൻപുട്ടും 1 അലാം ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ അലാം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള സൈറനാണ്. അപ്പോൾ നമ്മളിപ്പം പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ മൊബൈൽ ഫോണിലേക്ക് അലേർട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? കാരണം മൊബൈൽ ഫോണിൽ അലേർട്ട് വരിക എന്ന് വെച്ചാൽ രാത്രിയിൽ ഇപ്പം നമ്മൾ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഈ ഇന്നൊരു ഒച്ച കിട്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തോ മനസ്സിലാകും, നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും. ആരെങ്കിലും കുലുക്കി വിളിച്ചാൽ പോലും വിനയിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മൊബൈലിലൊന്നും അത്രമാത്രം വലിയ പരിപാടിയൊന്നും ചെയ്യാൻ അറിയത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് രാത്രിയിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ചുണർത്താനോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചുണർത്താനോ ഇതുപോലെയുള്ള ഒരു സൈറനെ കൊണ്ട് പറ്റും. നല്ല വോളിയുള്ള സൈറനാണ്. അപ്പോൾ ഇതൊരു 100 മീറ്റർ അപ്പുറം വരെ ഇതിനകത്ത് നിന്ന് വരുന്ന ശബ്ദം പോലീസ് സൈറൻ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത് 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഡയറക്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇതിന് റിലേ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അലാം ഔട്ട്പുട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്, ഇതുപോലുള്ള സൈറൺ കേട്ടോ. അപ്പോൾ ഇതിൽ ഒരൊറ്റ അലാം ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു NVRൽ വരുന്നതെങ്കിൽ നമുക്ക് 4 അലാം ഇൻപുട്ടുകൾ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് അലാം ഇൻപുട്ട്? അതെന്ന് വെച്ചാൽ PIR സെൻസറുകൾ, അല്ലെങ്കിൽ ഗ്ലാസ് ബ്രേക്ക് സെൻസറുകൾ, അതല്ലെന്നുണ്ടെങ്കിൽ ഡോർ കോണ്ടാക്റ്റ് സെൻസറുകൾ, ഇങ്ങനെയുള്ള സെൻസറുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു അഡ്വാൻസ്ഡ് ലെവൽ സെക്യൂരിറ്റി ഉപകരണങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള PIR സെൻസറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് ബ്രേക്ക് സെൻസറുകൾ ഉപയോഗിക്കാം. ആരെങ്കിലും വീടിൻ്റെ ചില്ലൊക്കെ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് നമുക്ക് അലാം അടിക്കുന്ന രീതിയിലാക്കാം. അതുപോലെ തന്നെ ഡോർ കോണ്ടാക്റ്റ് സെൻസറുകൾ ഉപയോഗിക്കാം. ആരെങ്കിലും വീടിൻ്റെ വാതിൽ അല്ലെങ്കിൽ ജനൽ തുറക്കുകയാണെന്ന് വിചാരിക്കുക, തള്ളി തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോണ്ടാക്റ്റ് വിട്ട് കഴിയുമ്പോൾ ഉടൻ തന്നെ നമുക്ക് അലാം അടിക്കുന്ന രീതിയിൽ, ഇതുപോലെയുള്ള അലാം അടിക്കുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത്
ഒരു വലിയൊരു അലാം യൂണിറ്റ് ആണ്. ഇതേപോലെ തന്നെ ചെറിയ അലാംസ് ഒക്കെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ. നമുക്ക് അത്യാവശ്യം വോളിയത്തിൽ കേൾക്കാവുന്ന ടൈപ്പ് അലാം കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഉപകരണങ്ങൾ, സെൻസറുകളൊക്കെ നമുക്ക് ഇതേപോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള NVRകളിലേക്ക് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മനസ്സിലായാലും ഇത് നല്ല അടിപൊളി ഒരു സാധനമാണെന്ന്. അപ്പോൾ ഈ ഹിക്യൂഷനിലൊക്കെ ഇത് വരുന്നുണ്ട് കേട്ടോ, CP+ ഹിക്യൂഷനിലൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹിക്യൂഷൻ്റെ ഈ അലാം ഓപ്ഷൻ വരുന്നത് നമുക്ക് 2 ഹാർഡ് ഡിസ്ക് ഇടാവുന്ന ടൈപ്പ് NVRലാണെന്ന് തോന്നുന്നു. 2 ഹാർഡ് ഡിസ്ക് ഇടുന്ന NVRൽ, അല്ലാതെ നമ്മൾ ഒരു NVR ഒരു ഹാർഡ് ഡിസ്ക് ഇടുന്ന ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അലാം ഓപ്ഷൻസ് ഒന്നും ഹിക്യൂഷനിൽ വരുന്നില്ല. നിങ്ങൾ ഇതുപോലത്തെ ക്യാമറകൾ കണ്ടിട്ടുണ്ടോ? ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡമ്മി ക്യാമറയാണ്. ഈ ഡമ്മി ക്യാമറയുടെ മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ ബാറ്ററി ഇടാവുന്ന ഒരു ഓപ്ഷൻ കാണും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 ബാറ്ററി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ അടച്ചു വയ്ക്കുക. ഈ ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് കണ്ടോ കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു കിടക്കും. ഇത് കുറേ എണ്ണം ഉണ്ടെങ്കിലും ഇത് ചുമ്മാ ആൾക്കാരെ പേടിപ്പിക്കാനുള്ളതാണ്. ഇതിൻ്റെ നടുക്കൊരു റെഡ് ലൈറ്റ് മാത്രമേ തെളിഞ്ഞു കിടക്കത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഉള്ള ക്യാമറകൾ നമുക്ക് 250-300 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ടൈപ്പ് ക്യാമറ വയ്ക്കുന്നതിൻ്റെ ഗുണം മാത്രമേ ഉള്ളൂ, നല്ല ക്വാളിറ്റി ഇല്ലാത്ത ഒരു ക്യാമറ നമ്മൾ വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. കാരണം ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വീഡിയോ ഒന്നും റെക്കോർഡ് ആവുന്നില്ലല്ലോ, ഇത് ചുമ്മാ ആൾക്കാരെ പേടിപ്പിക്കാനുള്ള സാധനമല്ലേ. അതേപോലെ തന്നെ നമ്മൾ യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ചീപ്പ് റേറ്റിലുള്ള ക്യാമറകൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി നമ്മളൊന്ന് വീഡിയോ പ്ലേബാക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് നമ്മളൊക്കെ അതിൻ്റെ വിഷമം മനസ്സിലാവുന്നത്. യാതൊരു ക്വാളിറ്റിയും കണ്ടെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ക്യാമറ വെച്ചെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു കാര്യവും അല്ലെങ്കിൽ ഉപകാരം അതിനകത്ത് കിട്ടാനില്ല എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.